അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴം അതേപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നോമ്പിനൊക്കെ പ്രത്യേകിച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കണമെന്നല്ലേ നമുക്ക് നോക്കട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കണം ആദ്യം തന്നെ. വേണമെന്നുണ്ടെങ്കിൽ ആ ഉള്ളത്തെ അരി ഉണ്ടല്ലോ, ആ കറുത്ത അരി ഒന്ന് കളഞ്ഞെടുക്കാം. ഞാനിവിടെ ഇത് കളയണമൊന്നുമില്ല, കളയാതെ തന്നെയാണ് ചെയ്യണത്. കളയണം എന്നുള്ളവർക്ക് കളയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിൽ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട്. കുറച്ച് കട്ടി ഉണ്ടായിക്കോട്ടെ, നല്ലോണം നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ഒരു 1/4 കപ്പോളം മതിയാകും. അടുത്തതായിട്ട് ഞാൻ ഈ മുറിച്ച് വെച്ച ആ ഒരു പഴം നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. ഞാനിതാ ഇതുപോലൊരു ഓട്ടപാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ അടച്ച് വെക്കണം. ഏകദേശം ഒരു 2 മിനിറ്റോളൊക്കെ ആവി കയറുമ്പോൾ അത് നല്ലപോലെ നമുക്ക് ആയി കിട്ടും. പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങയാണ്. തേങ്ങ എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു കാപ്പി ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആക്കിയാലേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കറുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു തേങ്ങയ്ക്ക് 3 ഏലക്കായ ഒന്ന് കുരു മാത്രം എടുത്തിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ പുറംതൊലി അങ്ങോട്ട് ഒഴിവാക്കുകയാണ് കേട്ടോ. ചെറിയ 3 ഏലക്കായാണ്. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 2 വരെയൊക്കെ എടുക്കുക, അത്ര എടുത്താൽ മതിയാവും. അങ്ങനെ 3 നമ്മൾ അതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാർ എടുക്കുക. പൊടിക്കണ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ ഒരു തേങ്ങ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ച ഈ ഒരു അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് അരിപ്പൊടി മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇതന്നെ നമ്മളെ പഴത്തിൻ്റെ ആ ഒരു അളവിനനുസരിച്ചാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഒരുപാട് ആദ്യം തന്നെ നമ്മൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പൊടിയിട്ടിട്ട് നമ്മൾ ലെവലാക്കി എടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം കൂടിയും ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം. പഴത്തൊക്കെ നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടണ നല്ലൊരു സ്നാക്കാണിത്. ഇനി നമ്മൾ പഴം വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ. ഇനി ഇത് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ നല്ലപോലെ ഉടച്ചെടുക്കുമ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കണ്ട എന്നുള്ളത് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അത് ഉടഞ്ഞ് കിട്ടും. പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട്. നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അത് നമ്മൾ ഉടച്ചെടുത്തിട്ട് നമ്മൾ അതിൽ തന്നെ അടിച്ചെടുത്ത ആ ഒരു അരിപ്പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ കൂട്ടി കൊടുക്കുകയാണ്. എത്രയാണ് നമുക്ക് നല്ല ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് വേണ്ടിയത് അത്രയും പൊടി മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് അവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് ബാക്കിയായിട്ടുള്ളൂ. ഇതിൻ്റെ ഏകദേശം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് എല്ലാ ഭാഗത്തും ആയിക്കോളും. പിന്നെ അതിൻ്റെ തേങ്ങയും അതേപോലെ തന്നെ നമുക്ക് ഏലക്കായൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ വരുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് അതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പൊടി ഓവറായി പോവരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കയ്യിലൊട്ടാതെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ആകണ വരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ ചൂടോടുക്കെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല
ഉഷാറായിട്ട് കിട്ടും ഈ ഒരു സ്നാക്ക്. അപ്പോൾ അത് നമ്മൾ ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റുകയാണ് ഈ ഒരു ഇത് ആദ്യം തന്നെ. എത്ര വലിപ്പമുള്ള സ്നാക്കാണോ നമുക്ക് വേണ്ടിയത് അതിനനുസരിച്ച് നമ്മൾ ഉരുളകളുടെ വലിപ്പത്തിൽ വ്യത്യാസം വരുത്തണം. അങ്ങനെ ഇത് മുഴുവനായിട്ട് നമ്മളിവിടെ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 8 ഉരുളായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് ഇത് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. കട്ട്ലേറ്റിനൊക്കെ നമ്മൾ ഷേപ്പ് ആക്കണ പരുവത്തിലാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണത്. ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ നല്ല ടേസ്റ്റിയാണ്, കാണാനും നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കണത് കേട്ടോ. ഈ ഒരു ഐറ്റം ഒരു പഴം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നമുക്ക് 2-3 പഴമൊക്കെ എടുത്താൽ ഒരുപാട് സ്നാക്കായിട്ട് തന്നെ ഇത് കിട്ടും. പിന്നെ ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വിശപ്പും മാറും. ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് കാലമൊന്നും അല്ലെങ്കിൽ തന്നെ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ ഈ ഒരു പലഹാരം. അങ്ങനെ എല്ലാതും നമ്മൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഒന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മൾ അടുത്തതായിട്ട് എണ്ണ വെക്കുകയാണ്. ഈ ഒരു പലഹാരം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട. വളരെ കുറഞ്ഞ എണ്ണയിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. മാത്രമല്ല ഇത് ഒരുപാട് എണ്ണ കാര്യങ്ങളൊന്നും കുടിക്കില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പലഹാരമാണ്. അപ്പോൾ ഏത് എണ്ണ പറ്റാത്തവർക്കാണെങ്കിലും ഇതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പറിൽ എന്തിലേലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള എണ്ണ കൂടി പോയി കഴിഞ്ഞാൽ ഉൾഭാഗത്തേക്ക് ഒട്ടും എണ്ണയില്ലാത്ത ഒരു പലഹാരമായിട്ടാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായ ശേഷമാണ് നമ്മൾ ഈ പലഹാരം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 3 എണ്ണം വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് വേണം. അതിന് ശേഷം നമ്മളിത് നല്ല പോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോഴാണ് നമുക്ക് ഉൾഭാഗത്തേക്കൊക്കെ കറക്റ്റ് വെത്തിയിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ലോ ഫ്ലെയിമിലേക്കാക്കി വെക്കണം. ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം മറിച്ചിട്ട് മറുഭാഗം മറിച്ചിട്ട ശേഷം പെട്ടെന്ന് തന്നെ കോരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് ഉൾഭാഗത്തൊക്കെ കറക്റ്റ് ആ ഒരു വേവ് എത്തിക്കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഏകദേശം ഇത് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിത് അപ്പുറം അപ്പുറം മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ ഒരു ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പതുക്കെ ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. കണ്ടോ, എണ്ണയൊന്നും കുടിക്കാതെ തന്നെയാണ് നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുക കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള എണ്ണ പോകാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർക്ക് എന്തൊക്കെയെങ്കിലും നമ്മൾ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാത്തൊരു പലഹാരമായിട്ട് കിട്ടും. അങ്ങനെ ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, 8 എണ്ണമാണ് നമുക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഒട്ടും വേസ്റ്റോ കാര്യങ്ങളൊന്നും വരാത്ത നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും മടിച്ച് നിൽക്കരുത്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണുള്ളത്. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.